ഈ മിഗ്രൻസിനെതിരായ ഇങ്ങനെയുള്ള നടപടികളെല്ലാം കൂടുതൽ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം. ഇന്ത്യക്കാരാണ് ഇതിനെല്ലാം ഇടയിൽ പെട്ടുപോകുന്നത് എന്നുള്ളത്. എന്തായാലും ഇതിനിടയ്ക്ക് 6,000 വിദ്യാർത്ഥി വിസ റദ്ദാക്കി തിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിലും നല്ലൊരു പങ്ക് ഇന്ത്യക്കാരാണ്. കാരണം ഏറ്റവും അധികം ഈ വിദ്യാർത്ഥി വിസയിൽ വരുന്നതും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ ഇമിഗ്രേഷനെ ഇവയെല്ലാം പുതിയ നിയമങ്ങളെല്ലാം ദോഷമായി ബാധിക്കുന്നു. അപ്പോൾ അത് അമേരിക്കയോടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിനും ഇതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ ദോഷകരമായി മാറുമെന്നുള്ളതിന് തർക്കമില്ല. കാരണം അമേരിക്കയുടെ ഉറ്റ ബന്ധുവാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഒരിക്കലും അമേരിക്ക പക്ഷത്തു നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള നിലപാടുകൾ, അമേരിക്കൻ നിലപാടുകളാണ് നമ്മൾ ഇന്ത്യയെ പിന്നെ റഷ്യൻ ചേരിയിലേക്കും ചൈനയോടുള്ള ലോഹ്യത്തിലേക്കും ഒക്കെ നമ്മളെ തട്ടിവിടുന്നത്. കാരണം ഒരിക്കലും അമേരിക്കയെ നമുക്ക് വിശ്വസിച്ചുകൂടാ എന്നുള്ളൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം ചൈനയെ പറ്റിയുള്ള നമ്മുടെ ഏറ്റവും വലിയ ചൈന നമ്മളെ ഒരിക്കൽ ആക്രമിച്ചു. അവിടെ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഉൾക്കോണുകളിൽ ഉണ്ട് ചൈന ഒരു ചതിയനാണ്, എപ്പോൾ വേണമെങ്കിലും ചതിക്കാം, നമ്മുടെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. എന്നാലും എപ്പോൾ വേണമെങ്കിലും ചതി വരാമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ കരുതലോടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിലും ആ വിള്ളലുകൾ വരും. ഓരോ 4 വർഷത്തിലും അമേരിക്കൻ നിലപാടുകൾ മാറിക്കൊണ്ടിരുന്നാൽ അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ തന്നെ ദോഷമായി ബാധിക്കും.